എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ അല്ലെങ്കിൽ ഫൂൽഗോബി വെച്ചുള്ള ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. ഇതൊരു ഫ്രൈ ഐറ്റമാണ്. ഇത് നമ്മൾ തട്ടുകടകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ്. നമ്മളിത് കാണുമ്പോൾ ഒന്ന് വാങ്ങി കഴിക്കാനും തോന്നും. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് പക്ഷേ വളരെ അൺഹൈജീനിക് ആയിട്ടാണ് ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഹൈജീനിക് വേയിൽ എങ്ങനെയാണ് ഇത് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റവുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് കോളിഫ്ലവർ വെച്ചുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. ഇത് പക്കോട അല്ലെങ്കിൽ gobi65 എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടും. ഇതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഞാനൊരു 350 ഗ്രാമിൻ്റെ എടുത്തിട്ട് പൈപ്പിനടിയിൽ പിടിച്ച് റണ്ണിങ് വാട്ടറിൽ കഴുകിയതിന് ശേഷം അത് അടർത്തി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കണം. വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ അടർത്തിയെടുത്ത കോളിഫ്ലവർ അതിലേക്കിടാം. നമുക്ക് അടർത്തിയെടുക്കുമ്പോൾ വലിയ പീസസ് ആയിട്ട് അടർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. 2 മിനിറ്റ് ഇതിനകത്ത് കിടന്നതൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം 50% മേലെ കുക്കാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് കീടങ്ങളും ഇതുപോലെ ഒരുപാട് പെസ്റ്റിസൈഡ്സും ഒക്കെ അടിച്ചു വരുന്ന ഒരു വെജിറ്റബിളാണ് ഇത് കോളിഫ്ലവർ. അപ്പോൾ അതെല്ലാം ഒന്ന് നിർവീര്യമാക്കുന്നതിന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. ഇനി നമുക്ക് 2 മിനിറ്റിന് ശേഷം ഇതൊരു അരിപ്പ് പാത്രത്തിലിട്ട് കോരി ഇതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ കോട്ട് ചെയ്തെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് മൈദ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റവ 1 ടേബിൾ സ്പൂണാണ്. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ആഡ് ചെയ്യുന്നത്. പിന്നെ കടലമാവ് 2 ടേബിൾ സ്പൂൺ എടുത്തു. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ. ഇതും നല്ലൊരു ക്രഞ്ചി ഫീൽ കിട്ടാനാണ് എടുക്കുന്നത്. പിന്നെ പെപ്പർ പൗഡർ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാല 1/4 ടീസ്പൂൺ എടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ട്, കുറച്ച് മതി. 1/4 ടീസ്പൂണിൽ താഴെ ആയാലും മതി. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. ബ്രാഹ്മിൻസിൻ്റെ ചില്ലി പൗഡറാണ് എടുത്തത്. നല്ല കളറായിരുന്നു. പിന്നെ നാരങ്ങ, 1/2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കണം. സവാളയും തക്കാളിയും കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. തക്കാളിയും ഇങ്ങനെ അടിച്ചിടുമ്പോൾ ടേസ്റ്റും കിട്ടും, കളറും കിട്ടും. 1/4 ടീസ്പൂൺ ഉപ്പിടാം. എല്ലാ ടേസ്റ്റും കൂടി ക്രമീകരിക്കുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ കോളിഫ്ലവർ ഇട്ട് വേവിച്ചുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ഇപ്പോൾ മസാലയ്ക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരുന്നാലേ ഉള്ളൂ കോളിഫ്ലവറിലെല്ലാം ഇത് നല്ലവണ്ണം ഒന്ന് കോട്ടായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇതിലേക്ക് കോട്ട് ചെയ്യണം. വളരെ സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊടിയാതെ കിട്ടിയാലേ ഉള്ളൂ അത് ആ ഷേപ്പിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ കൈകൊണ്ട് സാവകാശം ഇളക്കി കൊടുത്താലും മതി. എല്ലാത്തിലും നല്ലവണ്ണം കോട്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നും ഇട്ട് കൊടുക്കാം. കുറച്ച് അകത്തി ഇട്ട് കൊടുക്കാം. ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിം ഒന്നാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പുറം കരിയും, ഫുള്ള് ക്രിസ്പി ആവില്ല. ഇങ്ങനെ സ്ലോ കുക്കിംഗ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം.
പുറമൊക്കെ നല്ല ക്രിസ്പി ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. മുഴുവൻ കോളിഫ്ലവറും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്ത എണ്ണ വീണ്ടും റീയൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതായത് ഒരുപാട് എണ്ണ വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. മുഴുവൻ കോളിഫ്ലവറും ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇടാം. കാണാനും ഒരു ഭംഗിയാണ്, ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.